കിഫ്ബിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കിഫ്ബിക്കെതിരായിരുന്നു താൻ എന്നുള്ളതാണ്. കിഫ്ബി വിരുദ്ധനായിരുന്നു താൻ എന്നുള്ളതാണ്. അങ്ങനെ കിഫ്ബി വിരുദ്ധനായിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ കിഫ്ബി വിരുദ്ധനല്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ധവളപത്രം എന്നുള്ളതാണ്. ഇതിൽ കിഫ്ബിയെ എങ്ങനെയാണ് മിസ്മാനേജ് ചെയ്തത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കിഫ്ബിയെ എങ്ങനെ സർക്കാരിന്റെ ഭാഗമാക്കാം, ഇതിൽ ബജറ്റിന് പുറത്തുനിന്ന് എന്നുള്ള രൂപത്തിൽ കിഫ്ബി തുടങ്ങിയെങ്കിലും അതങ്ങനെ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ ശേഷം ആ രൂപത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അതൊരു ഒരു പുറത്തു നിൽക്കുന്ന സംവിധാനമായി പ്രവർത്തിക്കുകയായിരുന്നാണ് വിശദീകരിക്കുന്നത്. നിലവിൽ കിഫ്ബിക്ക് ഏകദേശം 21,000 കോടി രൂപയുടെ വായ്പാ ബാധ്യതയുണ്ട്. ഇതിന്റെ തിരിച്ചടവ് ഭാരം സംസ്ഥാന സർക്കാരിന്റെ ചുമലിലാണ് എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതികൾക്ക് ഇനിയും ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. കിഫ്ബിക്ക് തനതായ വരുമാന സ്രോതസ്സുകളില്ല എന്നും അതെടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ കടമായി കണക്കാക്കുമെന്നുള്ള സിഎജിയുടെ വിലയിരുത്തൽ അർത്ഥമാക്കുന്നത് സംസ്ഥാനത്തിന്റെ വായ്പാ ശേഷിയെ പ്രതികൂലമായി ബാധിക്കാതെ ഒരു സ്വതന്ത്ര ഫണ്ട് ശേഖരണ ഏജൻസിയായി പ്രവർത്തിക്കാൻ കിഫ്ബിക്ക് കഴിയില്ല എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. ഇനി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് അതിന്റെ അലോക്കേഷൻ നടന്നിട്ടുള്ളത്, ഫണ്ട് അലോക്കേഷൻ നടന്നിട്ടുള്ളത്, പദ്ധതികളുടെ വിതരണത്തിലും മുൻഗണനാക്രമത്തിലും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഗൗരവതരമായ സംശയങ്ങൾ ഉയർത്തുന്നു എന്നാണ് പറയുന്നത്. മൊത്തം അംഗീകരിച്ച തുകയുടെ 20% അനുവദിച്ച ഫണ്ടിന്റെ 19% ലഭിച്ചത് കണ്ണൂർ ജില്ലയ്ക്കാണ് എന്ന് പറയുമ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ ജില്ലയിലേക്ക് കൂടുതൽ കൊടുത്തോ, അവിടുത്തെ നേതാക്കൾക്ക് തൃപ്തികരമായ രൂപത്തിലേക്ക് ആ ജില്ലയിലേക്ക് കൂടുതൽ കൊടുത്തോ എന്ന സംശയം തോന്നാം.